എന്താണ് ഓർമ്മ വരുന്നത്? സ്ഫടികത്തിലെ എന്റെ അപ്പനത് കണ്ട നെഞ്ച് തകർന്ന് വീണത് കരിയും. അമ്മ തന്നിട്ട് മാമനോട് ഇരിക്കുന്നു. ഈ കാണുന്ന വണ്ടിയുടെ കാണുമ്പോ എനിക്ക് തേന്മാവൻ കൊമ്പത്ത് നമ്മളെ കന്നഡ ആക്ടർ വിഷ്ണു പറഞ്ഞതാണ്. പുള്ളിക്കാരന്റെ വണ്ടിയാണ് ഈ കാണുന്നത്. അമ്മു പറയുന്നത് ഈ കാണുന്നത് ടൈറ്റാനിക്കില് അവര് വരുന്ന കാറാണെന്നാണ് കേട്ടോ. അവർ ഒളിച്ചു നിൽക്കുന്നത്. വലുതാവുമ്പോ ഇങ്ങനത്തെ ബൈക്ക് എടുക്കണം. ആണോ? ഇങ്ങനത്തെ ബൈക്ക് മതി. ഇതാണ് അമലിന് വേണ്ട ബൈക്ക്. അങ്ങനെ അവൾ ആറയിന്ന് ഇറങ്ങിയിരിക്കുന്നു. ജീവിതം കഴിച്ചത്. അതെ, അത് നോക്കി ആ ബാക്കിത്തെ ആൾക്കാർക്ക് വെയിലുണ്ട് അല്ലേ, മുമ്പത്തെ ആൾക്കാർക്ക് കഴിച്ചു. ഹലോ എവ്രിവൺ, ഹലോ. ഓക്കെ, സോ ഇന്ന് ഞാൻ എന്റെ കസിൻസിന്റെ കൂടെയാണ് മൈസൂരിലുള്ള പയാന മ്യൂസിയത്തിലോട്ട് വന്നേക്കാണ്. കുറെ വർഷമായി ഞാൻ മൈസൂരില്, പക്ഷെ ഇതുവരെ വരാൻ പറ്റിയില്ല. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ ഞങ്ങൾ എൻട്രൻസിലാണ് ഇപ്പൊ ഉള്ളത്. ടിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു. ഒരു അച്ഛനമ്മ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഉള്ളിൽ കയറാം. ഇവരിത് ഓൾറെഡി കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ വായിച്ചും കൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ Payana looks like. Complete vintage cars. അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് പ്രൈസ് ആക്ച്വലി പെർ ഹെഡ് 75 rupees ആണ്. ഈ കാണുന്ന വണ്ടിയുടെ കാണുമ്പോ എനിക്ക് തേന്മാവൻ കൊമ്പത്ത് സ്റ്റെപ്പ് ഇട്ട് ഇങ്ങനെ കാണിച്ച് ഇതാക്കുന്നതാണോ? ഇതൊരു സ്റ്റൈലാണോ? ഈ ടയർ ഒരേപോലെ സൈസ് ഉണ്ടോ? എക്സ്ട്രാ ഉള്ളൊരു ടയറാണ് അത് എന്നാണ് നമുക്കിപ്പോ നമ്മളൊരു ധാരണ. അമ്മു പറയുന്നത് ഈ കാണുന്നത് ടൈറ്റാനിക്കില് അവര് വരുന്ന കാറാണെന്നാണ് കേട്ടോ. അവർ ഒളിച്ചു നിൽക്കുന്നത്. അപ്പൊ ആ കാറാണ് ഇവിടെ മൈസൂരിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഓക്കെ, ഫോർ യുവർ ഇൻഫർമേഷൻ. ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഇവരുടെ അടുത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. എന്റെ ഡാഡിയുടെ അംബാസഡർ. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. വലുതാവുമ്പോ ഇങ്ങനത്തെ ബൈക്ക് എടുക്കണം. ആണോ? ഇങ്ങനത്തെ ബൈക്ക് മതി. ഇതാണ് അമലിന് വേണ്ട ബൈക്ക്. ചേച്ചി അമലൂര് അവള് വലുതാവുമ്പോ ആ കാണുന്ന ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം. സോ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മൾ പയാനയിലാണുള്ളത്. സോ ഗൈസ്, ഇവിടെ കുറേ കാറുണ്ട് ഗൈസ്. മൈ ഗാഡ്, ഇതൊക്കെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ അറിയുന്നിറങ്ങി ഗൈസ്. അങ്ങനെ എൻ്റെ ചേച്ചീൻ്റെ ഐ ഫീൽ സോ ഹാപ്പി, പ്രൗഡ്. അങ്ങനെ അവൾ ആറയിന്ന് ഇറങ്ങിയിരിക്കുന്നു. ജീവിതം കഴിച്ചത്. അതെ, അത് നോക്കി. ആ ബാക്കിത്തെ ആൾക്കാർക്ക് വെയിലുണ്ട്
അല്ലേ? മുമ്പത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് ഇന്നത്തെ കാലത്ത് എത്ര അമ്മ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും. എപ്പോഴും അമ്മ പരിഹാരം കണ്ടെടുത്ത ഓല വെച്ചിട്ട് മൂടും അമ്മു. ഓക്കെ, അമ്മു തന്നിട്ട് മാമനോട് ഇരിക്കുന്നു. ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്തി. ഇവിടെ വലിയ വലിയ വണ്ടികൾ, ഇതാ ലോറിയൊക്കെ കിടക്കുന്നതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. മിലിറ്ററി വണ്ടി. അതാ പ്രീതിച്ച് പറയുന്നത് മോഹൻലാൽ ഓടിച്ച വണ്ടിയാണെന്ന്. പറയാൻ പറ്റില്ല, മോഹൻലാലും കുറെ നടന്മാരിന്റെ ഒക്കെ വണ്ടിയുണ്ട്. സോമനി വണ്ടി കളിച്ച് ഗൈസ്. എൻ്റെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി ഇതാ അവിടെ അങ്ങ് മൂലയിലുണ്ട്. ജീവിതത്തിൽ എപ്പോഴാണ് അങ്ങനത്തെ വണ്ടി എടുക്കാന്ന് അറിയില്ല, പക്ഷെ എന്തായാലും എടുത്തിട്ട് തേണ്ടാൻ പോലെ. ലോകം മൊത്തം ഇങ്ങനെ കറങ്ങും ഞാൻ ആ വണ്ടിയാണ്. ഇത് ഞാൻ ജമ്മു കാശ്മീരിൽ പോയപ്പോൾ കണ്ട വണ്ടികളാണ് കേട്ടോ. കുറെ മിലിറ്ററി പീപ്പിൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടില്ലേ. നല്ല ട്രക്സ്. അമിത്, നിനക്ക് ആ ലോറി കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? കണ്ടോ, അതൊക്കെയാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്. ഇത് മോഹൻലാലിന്റെ വണ്ടിയാണ് ഗൈസ്. ഇത് അമിതുവിന്റെ വണ്ടി. ഇത് നമ്മളെ കന്നഡ ആക്ടർ വിഷ്ണുവർദ്ധനാണ്. പുള്ളിക്കാരന്റെ വണ്ടിയാണ് ഈ കാണുന്നത് ഗൈസ്. ഇത് നമ്പർ ഓഫ് ഗാഡി 1, 2, 3. മരത്തിന്റെ വണ്ടി. ഏത് വണ്ടി ഏത് ബ്രാൻഡാണെന്നൊന്നും അറിയത്തില്ല, നോക്കട്ടെ. ഈ വണ്ടീന്റെ പേര് തന്നെ മോറിസ് ഊട്ടി എന്നാണ്. ഫുഡിന്റെ ഇതായതുകൊണ്ട് മോറിസ് ഊട്ടി. പാവടച്ചൻ പറയുന്നത് PBSCന്റെ പ്രീ പ്രൈമറി സ്കൂളിൽ പറ്റിയ വണ്ടിയാണ്. ഉല്ലാസ യാത്ര പോയപ്പോൾ ഇത് അംബാസഡർ അല്ല, അംബാസഡർ എല്ലാം എൻ്റെ അപ്പുറത്ത് കണ്ട നെഞ്ച് തകർന്ന് വീണ് കാര്യം. കാറിൻ്റെ എല്ലാം കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് മഞ്ജുഷ മ്യൂസിയം. സോ ദിസ് ഈസ് ദ ചാപ്റ്റർ ഓഫ് മ്യൂസിയം ധർമ്മസ്ഥല. ധർമ്മസ്ഥല. ഇത് ധർമ്മസ്ഥല. ഞാൻ കണ്ണാടിയാണ്, ഞാൻ കാണാത്തതെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുത്തെ എല്ലാം കണ്ട് പുറത്തിറങ്ങി ഗൈസ്. സോ വി ആർ ഔട്ട്സൈഡ്. പ്രീതിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്കലി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അമിത്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഏത് വണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? BMW. ആ ഒരൊറ്റ ബ്രാൻഡ് അറിയുന്നോണ്ട് ഗൈസ് അവിടെ എപ്പോൾ നോക്കിയാൽ മാത്രമേ പറയുള്ളൂ. ഏത് മോഡല്? BMW. അറിഞ്ഞു വെച്ചിട്ടുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പൊ ബൈ.